നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട 30ഓളം ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തിനെതിരെ കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA-യും നിലപാട് അറിയിച്ചിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലാണ് രാധാകൃഷ്ണൻ ഉള്ളത്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഈ നീറ്റിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി നേരത്തെ നടത്തിയത്. ഇന്ന് എന്തൊക്കെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ വേനലവധിയായിരുന്നു സുപ്രീം കോടതിക്ക് ഇന്ന് വരെ. ഇന്ന് ആണ് വേനലവധി കഴിഞ്ഞ് സുപ്രീം കോടതി തുറക്കാനായിട്ട് പോകുന്നത്. അവധിക്കാല ബെഞ്ചാണ് ഇതുവരെ ഈ കേസ് അടക്കമുള്ള മറ്റ് കേസുകൾ കഴിഞ്ഞ മാസം പരിഗണിച്ചിരുന്നത്. ആ അവധിക്കാല ബെഞ്ച് നടത്തിയ നിരീക്ഷണം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. 0.001% തെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് തിരുത്തണം എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണമായിട്ട് അന്ന് വന്നിരുന്നത്. ഇന്ന് തന്നെ ഈ കേസ്, അതായത് വേനലവധി കഴിഞ്ഞ് ഇന്ന് തന്നെ ഈ കേസ് സുപ്രീം കോടതി അതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ കേസിന്മേൽ കോടതിക്കുള്ള ആശങ്ക എത്ര വലുതാണ് എന്നത് വ്യക്തമാക്കും. ഈ കേസിന് നമ്മൾ സുപ്രീം കോടതിയെ സംബന്ധിച്ച് അതിൻ്റെ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസ് ആണ് ഈ കേസുകൾ എവിടെ ലിസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ തൻ്റെ ബെഞ്ചിൽ തന്നെ ഈ 38 ഹർജികൾ, 30-ൽ പരം കേസുകളാണ് ഉള്ളത്. ഈ തൻ്റെ ബെഞ്ചിൽ തന്നെ അദ്ദേഹം ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ എത്രത്തോളം ശക്തമായിട്ടുള്ള ആശങ്ക സുപ്രീം കോടതിക്കുണ്ട് എന്നത് അത് വ്യക്തമാക്കുന്നുണ്ട്. രണ്ടുപേരോടും, ഈ കേസിലെ പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള കേന്ദ്ര സർക്കാരിനോടും NTA-യോടും നിലപാട് വ്യക്തമാക്കാൻ പറഞ്ഞിരുന്നു. അവർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ NTA-യും കേന്ദ്ര സർക്കാരും സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, SKന്റെ ഭാഷ ഉപയോഗിച്ചാൽ നീറ്റായി തന്നെയാണ് മുന്നോട്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ സത്യവാങ്മൂലം. അതിലവർ ചൂണ്ടിക്കാട്ടുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ, രണ്ടിടത്ത് ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഗോദ്രയിലും ഗുജറാത്തിലെ ഗോദ്രയിലും ബീഹാറിലെ പട്നയിലും ഉണ്ടായ 2 സംഭവങ്ങളെ പർവ്വതീകരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളിൽ എല്ലാം, മറ്റുള്ള ഇടത്തെല്ലാം ഈ തെറ്റുകൾ കണ്ടുപിടിച്ചത് NTA ആണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഈ പരീക്ഷയുടെ ഒരു ഗുണനിലവാരത്തെ ചോദ്യം ചെയ്യുന്നത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഉചിതമല്ല, വിദ്യാർത്ഥികളുടെ താല്പര്യത്തിന് ഉചിതമല്ല എന്ന വാദമാണ് ഈ 2 കക്ഷികളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമ്പോൾ വലിയ പ്രാധാന്യമാണ് അതിന് ലഭിക്കുന്നത്. വ്യത്യസ്ത ആവശ്യങ്ങളാണ് ഉള്ളത്. അതിൽ ഈ പരീക്ഷ റദ്ദാക്കണമെന്നുള്ള ആവശ്യമുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ ശക്തമായിട്ടുള്ള അന്വേഷണം ഉറപ്പാക്കണമെന്നുള്ള ആവശ്യമുണ്ട്. പരീക്ഷ ഏതെങ്കിലും വിധത്തിൽ റദ്ദാക്കരുത് എന്ന ആവശ്യമുണ്ട്. അങ്ങനെയുള്ള അനുകൂലിച്ചും എതിർത്തും ഉള്ള ആവശ്യങ്ങളാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തുന്നത്. സുപ്രീം കോടതി ഈ വിഷയം ഇന്ന് പരിഗണിക്കും. ഈ ഹർജികളെല്ലാം ഒരുമിച്ചാണ് സുപ്രീം കോടതി കേൾക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നടപടികൾ, നിർദ്ദേശങ്ങൾ അത് ഏറെ ശ്രദ്ധേയമാകുന്ന വിധത്തിലേക്കായിരിക്കും എത്തുക. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, വലിയ ആശങ്ക ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിൽ കേന്ദ്ര സർക്കാരിനും NTA-യ്ക്കും ഉണ്ട്. CBI അന്വേഷണം നടക്കുന്നു എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുമ്പോഴും സംഭവിച്ചിരിക്കുന്ന വീഴ്ച സംബന്ധിച്ചിട്ടുള്ള, അതിൻ്റെ വ്യാപ്തി സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഓരോ ദിവസവും പുറത്ത് വരുമ്പോൾ രാജ്യത്തെ ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള പരീക്ഷയുടെ വിശ്വാസ്യത ഈ വിധത്തിൽ തകർന്നു വീഴുന്ന, ചീട്ടുകൊട്ടാരം പോലെ NTA എന്ന ഒരു ഏജൻസിയുടെ, വലിയ കൊട്ടിഘോഷിച്ച ഏജൻസിയുടെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സർക്കാരിനെ സംബന്ധിച്ചും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഏതായാലും സുപ്രീം കോടതിയുടെ ഇടപെടലിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 മണിക്ക് കോടതി ചേരും. അതിനുശേഷമായിരിക്കും ആദ്യ കേസുകളായിട്ടായിരിക്കും ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. താങ്ക് യു. രാധാകൃഷ്ണൻ, സുപ്രീം കോടതിയുടെ മുന്നിൽ നിന്ന് രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ പറയുകയായിരുന്നു.